എല്ലാവർക്കും ഹൈദരാബാദ് ചോയ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ലൊരു പോരുകോഴി പെരളനാണ്. നമ്മുടെ ഈ കയ്യിൽ കാണുന്ന പോരുകോഴിയാണ് നമ്മൾ പെരളൻ വെക്കാൻ വേണ്ടി പോകുന്നത്. കണ്ടാൽ നാടൻ കോഴി പോലെയാണ്, പക്ഷേ ഇത് പോരുകോഴിയാണ്. നമ്മുടെ പോരുകോഴി ഉരുളിൽ കിടന്ന് തിളച്ച് മറിഞ്ഞു വരുന്നു. അത് കേൾക്കാൻ തന്നെ നല്ല രസമുണ്ട്. അടിപൊളിയായിട്ടുള്ള ഒരു പെരളനാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പോരുകോഴി പെരളൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യമായി കോഴിയെ കൊന്ന് അതിൻ്റെ തൂവലെല്ലാം പറിച്ച് കളഞ്ഞ് നമ്മൾ തൊലിയോട് കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. നല്ലതുപോലെ ഉപ്പിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. നമുക്ക് 3-4 സവോള ആവശ്യമുണ്ട്, 2 തക്കാളിക്ക, ഒരു 4-5 പച്ചമുളക്, അതുപോലെ തന്നെ കുറച്ച് ചുമന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി. നമ്മൾ കോഴിയെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വൃത്തിയാക്കി ഉപ്പ് വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട്. മീഡിയം കഷ്ണങ്ങളാക്കിയാണ് നമ്മൾ മുറിച്ചെടുത്തിരിക്കുന്നത്, വലിയ കഷ്ണങ്ങളല്ല. ഇനി നമുക്ക് ഇതിലേക്ക് മസാല പുരട്ടണം. അതിനായിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ആ കുക്കറിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഇറച്ചി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇത് നമ്മളിപ്പോൾ ഇറച്ചിയെല്ലാം ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഇറച്ചി ഏകദേശം ഒരു 2.5 കിലോയോളമുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. 1.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ. ഇനിയും അതിലേക്ക് നമുക്ക് ഗരം മസാല 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. ഇനിയും അതിലേക്ക് നമുക്ക് ചുമന്നുള്ളി അരിഞ്ഞത്, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുക്കണം. ഒരു സവാള അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള നമ്മുടെ അരിഞ്ഞിട്ട് കൊടുത്തു. അതുപോലെ തന്നെ തക്കാളിക്ക നമ്മളെടുത്ത് വെച്ച് അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുത്തു. കുറച്ച് കരിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇതൊന്ന് കൈകൊണ്ട് ഇളക്കി യോജിപ്പിക്കണം. നമ്മുടെ മസാലയെല്ലാം കഷ്ണങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കൈകൊണ്ട് തന്നെ ഇളക്കി കൊടുത്താൽ മാത്രമേ മസാല ഇറച്ചിയിലേക്ക് നല്ലതുപോലെ പിടിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുത്തു. ഇനി നമുക്കിത് അടച്ച് വെക്കണം. 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ അടച്ചു വെക്കാവുന്നതാണ്. നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് പോരുകോഴി ആയതുകൊണ്ട് നാടൻ കോഴി പോലെ തന്നെ വേവുണ്ട്. അതുകൊണ്ട് നമുക്കൊരു 4-5 വിസിൽ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കുക്കർ ഒന്ന് അടച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയം നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്നുണ്ട്. ആ സമയം നമുക്ക് സവോള അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവോള നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് ഉപ്പ് ചേർത്ത് ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് ഫ്രൈ ആയി കിട്ടും. നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഏകദേശം ഒന്ന് വാടിയിട്ടുണ്ട്. നമുക്കിത് ഗോൾഡൻ കളറായി കിട്ടണം. അതുവരെയും ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ആ സമയം നമുക്കിത് ഇതിൽ നിന്നും മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. നല്ല ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. ആ സമയം മാറ്റുക. അതിനുശേഷം അതേ ഉരുളിയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച നമ്മളുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ചാറോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കുക.
ആ ചാറിനകത്ത് കിടന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം. അതാണ് അതിൻ്റെ ടേസ്റ്റ്. ചാറിനകത്ത് കിടന്ന് തിളച്ച് കുറുകി വരുമ്പോഴാണ് നമുക്ക് നല്ല രുചികരമായിട്ടുള്ള ചിക്കൻ പെരളൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് പറ്റി വരണം. അപ്പം നല്ലതുപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല മണമുണ്ട്. ഇനി നല്ലതുപോലെ തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരട്ടെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം. കുറച്ച് വെള്ളമൊന്ന് പറ്റി കുറുകി കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കണം. കറിവേപ്പില ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഏകദേശം വെള്ളമൊക്കെ ഒന്ന് കുറുകി വന്ന ആ സമയത്ത് നമുക്കൊരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഈ സമയം ചേർത്ത് കൊടുക്കണം. എരിവൊക്കെ നമ്മളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. കറി പകുതിയോളം വെള്ളം പറ്റി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം പറ്റി നല്ലതുപോലെ കുറുകി വരുന്ന ആ സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന നമ്മുടെ സവോള കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം കുറുകി നമ്മൾ കറി ഏകദേശം റെഡിയായി കഴിഞ്ഞതിന് ശേഷം മാത്രം സവോള ചേർത്ത് കൊടുക്കുക. ഒരുപാട് നേരത്തെ സവോള ചേർക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. സവോള ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് നമുക്ക് അതുപോലെ തന്നെ ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. അത് കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്കത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി നമ്മുടെ രുചികരമായിട്ടുള്ള നമ്മളുടെ ചിക്കൻ പെരളൻ നമുക്ക് നമ്മുടെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ രുചികരമായിട്ടുള്ള നമ്മളുടെ പോരുകോഴി പെരളൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണിത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും അടുത്ത വീഡിയോ വരുന്നവരെ ചെറിയ ഇടവേള.